ബെത്സൈദ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് സ്നേഹ വന്ദനം. ഇന്ന് കത്തോലിക്ക തിരുസഭ ഓശാന ഞായർ ആഘോഷിക്കുന്നു. യേശുവിൻ്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിക്കുകയാണ്. ഇതാ ദൈവപുത്രൻ കഴുതപ്പുറത്തേറി ജെറുസലേം ദേവാലയത്തിലേക്ക് യാത്ര തിരിക്കുന്നു. വലിയൊരു ആവേശമാണ്, വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിനമായിരുന്നു യഹൂദ ജനതയ്ക്ക്. വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ച് സൈത്തിൻ കൊമ്പുകൾ ഒടിച്ചുകൊണ്ട് അവർ ഉച്ചത്തിൽ വിളിച്ചു, ഓശാന, ദാവീദിൻ്റെ പുത്രന് ഓശാന. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ്. ദാവീദിൻ്റെ പുത്രനായ യേശുവെ, ഞങ്ങളെ രക്ഷിക്കണമേ. തീർച്ചയായും യേശു രക്ഷിക്കാൻ വന്ന ദൈവപുത്രനാണ്. വലിയ നിശ്ചയദാർഢ്യമുള്ള ജീവിത ദൗത്യം എന്താണെന്നറിയുന്ന ദൈവപുത്രനാണ് യേശുനാഥൻ. താൻ ഈ ലോകത്തിലേക്ക് വന്നത് മരിക്കാനാണെന്നും അങ്ങനെ തൻ്റെ മരണത്തിലൂടെ മനുഷ്യരക്ഷ സാധ്യമാക്കാനാണ് ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നതെന്നും ഉള്ള ആ ചിന്തകൾ യേശുവിന് ഉണ്ടായിരുന്നു. അവിടെ തന്നെ പിടിച്ച് ബന്ധിക്കാനും തന്നെ കുരിശിലേറ്റാനും ഒക്കെ യഹൂദ പ്രമാണികളും ഫരിസേയരും നിയമജ്ഞരും പുരോഹിതന്മാരും അധികാരികളും ഉണ്ടെന്ന് ഉറപ്പായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ ആലയം അത് ദേവാലയമാണ്, കച്ചവട സ്ഥലമല്ല. ചന്തയിലെ ചിന്ത ദേവാലയത്തിൽ പാടില്ല. കണക്കുകൂട്ടലുകളുടെ ഇടമാണ് ചന്ത. ചന്തയിലെ ചിന്ത ദേവാലയത്തിൽ പാടില്ല. ദൈവത്തിൻ്റെ ആലയം ദൈവത്തെ അനുഭവിക്കുവാൻ, ദൈവസ്നേഹം നുകരുവാൻ, ആത്മീയ മനുഷ്യരായി തീരുവാനുള്ള ഇടമാണെന്ന ആ ബോധ്യത്തോടെ തൻ്റെ പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിച്ചുകൊണ്ട് ദേവാലയ ശുദ്ധീകരണത്തിനാണ് യേശു ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്നത്. ഈ ഓശാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം. ഓശാന ഈശന് സതതം എന്ന് പാടുമ്പോൾ, രക്ഷിക്കാൻ വന്ന യേശുവേ, എൻ്റെ ഹൃദയത്തെയും എൻ്റെ ഹൃദയമാകുന്ന ആലയത്തെയും ശുദ്ധീകരിക്കുന്ന രാജാവേ, അങ്ങേക്ക് ഞാൻ ഓശാന പാടുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലും ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവോന്മുഖരായി ജീവിക്കുവാൻ ഈ നൊയമ്പിൻ്റെ അവസാനത്തിലേക്ക് കടക്കുന്ന നമുക്കെല്ലാവർക്കും സാധ്യമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദാവീദിൻ്റെ പുത്രന് ഓശാന.